എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈദ് സ്പെഷ്യൽ കോഴിക്കോടൻ ചിക്കൻ ദം ബിരിയാണിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി എന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണിയാണ് കോഴിക്കോടൻ ബിരിയാണി. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു അളവ് വെച്ച് ഏകദേശം ഒരു 6-7 പേർക്ക് നമുക്ക് സുഖമായിട്ട് ഒരു ബിരിയാണി സെർവ് ചെയ്യാവുന്നതാണ്. 1 കിലോ ജീരകശാല അരി, അതായത് 4.5 കപ്പ് അരിയും അതുപോലെ തന്നെ 1 കിലോ കറക്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ചിക്കൻ്റെ അളവാണ് 1 കിലോ ചിക്കനും. ഇതുപോലെ 1 കിലോ ചിക്കന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ ഒരു വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഒരു മീഡിയം വലുപ്പത്തിൽ നമ്മൾ ഇതുപോലെ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന ഒരു രീതിയല്ല ഈ ഒരു കോഴിക്കോടൻ ബിരിയാണി. സാധാരണ നമ്മളൊരു ബിരിയാണി വെക്കുമ്പോൾ മസാലയൊക്കെ വഴറ്റിയിട്ടല്ല ചെയ്യുന്നത്. കോഴിക്കോടൻ ബിരിയാണിയിൽ മസാല റെഡിയാക്കുന്നത് അത് വഴറ്റാതെ തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 4 മീഡിയം വലിപ്പമുള്ള സവാള വളരെ കനം കുറഞ്ഞ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സവാള ഒന്നും വഴറ്റാത്തത് കൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ എത്രത്തോളം നമുക്ക് ഈ ഒരു സവാള തീരെ കനം കുറഞ്ഞ് നൈസാക്കി കട്ട് ചെയ്തിട്ട് എടുക്കാവോ അത്രയും നൈസാക്കി വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ ഒരു ബിരിയാണിയിൽ ലാസ്റ്റ് ആ ഒരു മസാല സവാളയൊക്കെ അങ്ങ് കട്ട് ചെയ്തിട്ട് കിടക്കും. അതുപോലെ തന്നെ ഒരു 2 മീഡിയം വലിപ്പമുള്ള തക്കാളിയും കൂടി ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഏകദേശം ഈ ഒരു വലിപ്പമുള്ളൊരു 18ഓളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു വലിപ്പമുള്ളൊരു 3-4 ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 9ഓളം പച്ചമുളകാണ്. ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചിട്ടെടുക്കുക. ഈ ഒരു ചതച്ചെടുത്തിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം തന്നെ ഇതിൽ നിന്ന് ഏകദേശം ഒരു 1.25 ടീസ്പൂണോളം എടുത്തൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി മുഴുവനും ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത് നമ്മൾ ചോറിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് ഇതുപോലെ പുതിനയില, മല്ലിയില, കറിവേപ്പിലയാണ്. കറിവേപ്പിലൊന്നും ഒരിക്കലും നമ്മൾ കോഴിക്കോടൻ ബിരിയാണി വെക്കുന്ന സമയത്ത് ഒഴിവാക്കരുത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.25 കപ്പോളം മല്ലിയിലയും 3/4 കപ്പ് അളവിൽ പുതിനയില എടുത്തിട്ടുണ്ട്. വലിയ 3 തണ്ട് കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെറിയ തണ്ട് കറിവേപ്പിലാണ് എടുക്കുന്നതെങ്കിൽ ഇതിന്റെ ഇരട്ടി എടുക്കുക കേട്ടോ. അത്രത്തോളം നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ലാസ്റ്റ് ആ ഒരു ചോറിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മല്ലിയിലയും പുതിനയിലയും എല്ലാം കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ വേണം. സാധാരണ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ഒരു ബിരിയാണി മസാലയും ഒരു മഞ്ഞപ്പൊടിയൊക്കെ മാത്രമാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. പക്ഷേ ഈ ഒരു കോഴിക്കോടൻ ബിരിയാണിയിൽ നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയൊക്കെ. ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു നാരങ്ങയുടെ നീര് മുഴുവനും ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ തൈരാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതായത് നമ്മൾ ഈ ഒരു മസാല വഴറ്റുന്നില്ലല്ലോ, അപ്പം കൈവച്ചിട്ട് നമ്മൾ മാക്സിമം ഈ ഒരു സവാളയൊക്കെ സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ ആ ഒരു സവാളയൊക്കെ നമ്മൾ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അധികം നമ്മൾ കൈവച്ചിട്ട് ഈ ഒരു മസാല നല്ല സോഫ്റ്റ് ആക്കി എടുത്തില്ലെങ്കിൽ ആ ഒരു സവാളയൊക്കെ കുറച്ച് കട്ടിക്ക് തന്നെ കിടക്കും. അപ്പോൾ അത്ര ഒരു രസം ഉണ്ടാവില്ല ഒരു മസാല കഴിക്കാൻ. അപ്പോൾ എത്രത്തോളം നല്ല മാക്സിമം നമുക്കിത് നല്ല സോഫ്റ്റ് ആക്കി കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി എടുക്കാവോ അത്രയും സോഫ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു സവാളയൊക്കെ ഇതുപോലെ നമ്മളൊന്ന് തിരുമ്മി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുപോലെ തിരുമ്മി എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മാക്സിമം സോഫ്റ്റ് ആക്കിയ ഒരു സവാളയൊക്കെ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു ചിക്കൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചിക്കനും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ചൊന്ന് വെള്ളം പോലെ ഇരിക്കുന്നത്. നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആ ഒരു സവാള എന്നൊക്കെ ഇറങ്ങിയ ഒരു വെള്ളമാണ്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് നോക്കണം. പിന്നീട് നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 1/2 മണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിൽ കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്രയും സമയം കൂടുതൽ വെക്കുന്നു അത്രയും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. 1/2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. അതിൽ കൂടുതൽ സമയം നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് ഇതെടുത്ത് വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈ ബിരിയാണി വെക്കാൻ ജീരകശാല റൈസാണ്, കൈമ റൈസ്. 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 4.5 കപ്പ് അളവിൽ ഈ ഒരു കൈമ റൈസാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതായത് കറക്റ്റ് 1 കിലോ ജീരകശാല അരിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ നമ്മൾ കപ്പിൽ തന്നെ അളന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അരിയെ. ഞാനിപ്പോൾ ഇതിൽ കറക്റ്റ് ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ഒരു കപ്പിൽ തന്നെ അളന്നിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെള്ളത്തിൻ്റെ അളവൊന്നും തെറ്റിപ്പോവില്ല. ഈ ഒരു അരി നമ്മൾ കുതിർക്കൊന്നും വേണ്ട. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഏകദേശം ഒരു 100 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതേ അളവിൽ തന്നെ ഏകദേശം ഒരു 100 ml നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു നെയ്യും ഓയിലൊക്കെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇത് 2 ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കറക്റ്റ് ഈ ഒരു നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും തന്നെ സവാള നമ്മൾ ഇതിനകത്തുനിന്ന് എടുക്കേണ്ടതാണ്.
പിന്നെ വേണ്ടത് ഏകദേശം ഒരു 50 ഗ്രാമോളം ഇതുപോലെ കാഷ്നട്ടാണ്. കാഷ്നട്ടും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഏകദേശം ഒരു 40 ഗ്രാമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇതുപോലെ നന്നായിട്ട് വീർത്ത് നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു നെയ്യും ഓയിലിനകത്തുനിന്ന് എടുത്ത് കോരി മാറ്റാവുന്നതാണ്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെയ്യും ഓയിലിനകത്തുനിന്നും ഒരു 1/4 ഭാഗത്തോളം ഇതുപോലെ കുറച്ച് ഞാൻ എടുത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചിക്കനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കിയുള്ള ഒരു നെയ്യിലേക്ക് തന്നെ വളരെ കുറച്ച് സവാള ഇതുപോലെ ഒരു 1-2 ടേബിൾ സ്പൂൺ ഒക്കെ കാണും, അത്രയും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. പിന്നെ വേണ്ടത് ഒരു 6-7 ഇതുപോലെ ഏലക്കായ, ഒരു 6-7 ഗ്രാമ്പു, ഈ ഒരു വലിപ്പമുള്ള കുറച്ച് കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, 2 ബേ ലീവ്സും ഒരു തക്കോലും എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. നമ്മൾ ആദ്യമേ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ എടുത്തൊന്ന് മാറ്റി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. അതിൻ്റെ ഒരു പച്ച ചൊവ്വങ്ങ് കളഞ്ഞിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കറക്റ്റ് ഒരു വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ഒരു അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 4.5 കപ്പ് അളവിൽ ജീരകശാല അരിയല്ല എടുത്തിരിക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് അളവെന്ന കണക്കിനാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അരി പൂർണ്ണമായിട്ടും വേവിക്കരുത്. ഒരു പകുതി മാത്രമേ നമ്മൾ ഈ ഒരു അരി ഒരു സമയത്ത് വേവിച്ചിട്ടെടുക്കാവുള്ളൂ. പകുതി നമ്മൾ ദം ചെയ്തിട്ടെടുക്കുന്ന സമയത്താണ് വേവിച്ചിട്ടെടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 6.25 കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് 6.5 കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 6.25 പകരം 6.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ഞാൻ ഇതിലേക്ക് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ പശുവിൻ പാലാണ്. അത് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട. ചോറിട്ട് കൊടുത്തതിന് ശേഷം മാത്രം ആ ഒരു പാല് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ബിരിയാണിക്ക് നമ്മൾ ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അറിയാമല്ലോ, കുറച്ച് ഈ ഒരു വെള്ളത്തിൽ ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ ചോറിൽ ഉപ്പ് കറക്റ്റായിട്ട് പിടിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു നാരങ്ങ നീര് ഇതുപോലെ പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ ഒരു വെള്ളം തിളച്ച് വരണം. നല്ല വെട്ടി തിളച്ച് ഇതുപോലെ വരുന്ന സമയത്താണ് നമ്മൾ അരിയിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ ഒരു ജീരകശാല അരിയെ കുറച്ച് തവണ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഊറ്റി ആ ഒരു വെള്ളം പൂർണ്ണമായിട്ടും കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. ആ ഒരു അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1/4 കപ്പ് ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു പാലിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് സാധാരണ നമ്മൾ അരി വേവിക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടല്ലേ വേവിക്കുന്നത്. ഇത് ചെയ്യേണ്ടത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേണം. ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു അരി വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു അരി നമ്മളൊരു പകുതിയെ വേവിച്ചിട്ടെടുക്കാവുള്ളൂ. പൂർണ്ണമായിട്ടും ഈ ഒരു അരി നമ്മൾ വേവിച്ചിട്ടെടുക്കുകയും ചെയ്യരുത്. ഈ ഒരു പകുതി വേവിച്ച അരി ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു 30-45 മിനിറ്റോളം നമ്മളിത് ദം ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഇരുന്നാണ് പകുതി ആ ഒരു അരി നമുക്ക് വെന്ത് കിട്ടുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് തന്നെ ഈ ഒരു ചോറിൻ്റെ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ചോറിൻ്റെ വെള്ളം നന്നായിട്ട് ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു അരി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു പകുതിയോളം വെന്തിട്ടുള്ളൂ. ഇതിന് നമ്മളെടുത്തൊന്ന് മാറ്റി വെക്കുക ഈ ഒരു പകുതി വേവിച്ച അരി. അപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരുന്ന ആ ഒരു കാഷ്നറ്റും ഉണക്കമുന്തിരിയും ആ ഒരു സവാളയൊക്കെയാണിത്, കറിവേപ്പിലയും. ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇതുപോലെ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു 2 നുള്ളി ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു പുതിനയിലയും മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ ഈ ഒരു ബിരിയാണി ദം ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു 30 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചിക്കൻ എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കുറച്ചൊരു ഓയിലും നെയ്യും ഒക്കെ നിർത്ത് മാറ്റി വെച്ചില്ലേ, അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ചേരുവയാണ് റോസ് വാട്ടർ. ഒന്നും ഒരിക്കലും ഇതിന്ന് സ്കിപ്പ് ചെയ്യേ ചെയ്യരുത്. ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് മാത്രം 125 ml വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയേ ചെയ്യരുത്. ഈ ഒരു സമയത്ത് നമ്മളിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ജീരകശാല റൈസില്ലേ, അതൊരു 3 തവണയായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം ആ ഒരു മുകളിലത്തെ ചോറ് ഇതുപോലെ ആദ്യത്തെ ലെയറായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ചിക്കനിലേക്ക് ഈ ഒരു ചോറിട്ട് കൊടുക്കുന്നതിന് പകരം ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വാഴയില വെച്ച് കൊടുക്കാം. ഈ ഒരു ചിക്കൻ്റെ ഒരു മസാലയുടെ മുകളിൽ വാഴയില വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചോറിട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു രീതിക്ക് വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം. 3 തവണയായിട്ടാണ് നമ്മൾ ഈ ഒരു ചോറിട്ട് കൊടുക്കേണ്ടത്. ആദ്യം ഇതുപോലെ മുകളിലത്തെ ഒരു ചോറ് ഇതുപോലെ കുറച്ചിട്ട് കൊടുത്തൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉണക്കമുന്തിരി, കാഷ്നറ്റും ആ ഒരു സവാള ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ബിരിയാണി മസാല ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മിക്സിൽ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നല്ലൊരു മണത്തിനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ച് പൈനാപ്പിൾ എസൻസ് ആണ്. അതുപോലെ തന്നെ കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് രണ്ടും നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, ഇങ്ങനെ ചുറ്റിച്ചിട്ട്. പിന്നെ ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി നമുക്ക്
വളരെ കുറച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ പകുതി വേവിച്ച ഒരു ചോറിട്ട് കൊടുക്കുക. ചോറിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു മിക്സ് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പൈനാപ്പിൾ എസൻസും അതുപോലെ തന്നെ കുറച്ച് റോസ് വാട്ടറും ഇതിന്റെ മുകളിലേക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാലില്ലാരും മഞ്ഞപ്പൊടി നമ്മൾ മിക്സ് ചെയ്തതും കൂടെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ലെയർ ആണ്, അത് ഫുൾ ആ ഒരു ചോറ് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു മിക്സ് എല്ലാം കൂടി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റത്തെ ഈ ഒരു ലെയറിൽ ഇതുപോലെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ. പിന്നെ അതിന്റെ മുകളിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസും അതുപോലെ തന്നെ റോസ് വാട്ടറും കൂടി നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പാലിലൊരു മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തതും കൂടെ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മളൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 13 മിനിറ്റ് നമ്മൾ ഈ ഒരു ബിരിയാണി കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റ് ഒരു ടൈം നമ്മളൊരു ടൈമറിലൊക്കെ വെക്കുക കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ച് നമ്മൾ ഈ ഒരു ബിരിയാണി ആദ്യം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 13 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇതിന്റെ മുകളിലേക്ക് ഏകദേശം നന്നായിട്ടൊന്ന് ചൂട് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു പഴയൊരു ദോശത്തവ വെള്ളം എടുത്തിട്ട് അതൊന്ന് ചൂടാക്കുക ആദ്യം. അങ്ങനെ ചൂടാക്കി എടുത്ത് ഈ ഒരു പാനിന്റെ മുകളിലേക്ക് വീണ്ടും ഈ ഒരു ബിരിയാണി പാത്രം എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കുക. ഇപ്പം നമുക്ക് 4 അടുപ്പൊക്കെയുള്ള സ്റ്റൗ ആണ് ഉള്ളതെങ്കിൽ ഏറ്റവും ചെറിയ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയ അടുപ്പിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതൊരു 30 മിനിറ്റ് ആണ് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സമയവും ആ ഒരു തീയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു രീതിയിൽ നമ്മൾ ദം ചെയ്തിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതുപോലെ നമ്മളൊരു അലുമിനിയം ഫോയിലങ്ങ് എടുത്ത് മാറ്റുക. ഇത് കണ്ടില്ല നന്നായിട്ട് മുകളിലേക്കൊക്കെ ആവി കയറിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി ഇത് നമ്മൾ സെർവ് ചെയ്യേണ്ടത് നന്നായിട്ട് ചോറ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചോറ് ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റിയതിന് ശേഷം ഈ ഒരു മസാല നമ്മൾ ഒട്ടും മിക്സ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ തന്നെ വെച്ച് കൊടുത്തല്ല നമ്മളിത് ദം ചെയ്തത്. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് സെർവ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നമ്മളിതുപോലെ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു ബിരിയാണിക്ക് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെ തോന്നിയിട്ടുള്ളത് കുറച്ച് ഒരു പൈനാപ്പിൾ എസൻസും റോസ് വാട്ടറും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ നമ്മളിത് ദം ചെയ്തിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഒരു ചിക്കൻ വേവിക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു റോസ് വാട്ടറൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ കിട്ടുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.